മാധവൻ എന്ന് പറയുക. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഭഗവതി. മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഭഗവതിയെ മാറിൽ ധരിച്ചതായിരിക്കുന്ന ആളെയാണ് മാധവൻ എന്നെന്താ പറയുക. അല്ലേ? ആ മാധവൻ എവിടെയാണ് ഇരിക്കണത്? നമ്മളെയൊക്കെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആളെയാണ് മാധവൻ എന്ന് പറയുക. അപ്പോൾ ആ ഭഗവാൻ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ലോകത്ത് കൂടെ ഇതാ സഞ്ചരിക്കുന്നുണ്ടോ? ധർമ്മത്തിനനുസരിച്ച് നമ്മളിതാ സഞ്ചരിക്കുന്നുണ്ടോ? ഒരു ദുഃഖവും അവർക്ക് ജീവിതത്തിൽ ഇതാ ഉണ്ടാവില്ല. പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്നതായ തീരുമാനമാണ് അടുത്ത നിമിഷത്തിലെ ദുഃഖത്തിനും സുഖത്തിനും കാരണം എന്ന് പറയും. അല്ലേ? പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നല്ല തീരുമാനം എടുത്തത് വിചാരിക്കുക. അല്ലേ? നല്ല തീരുമാനം എടുത്തത് വെച്ചാൽ ഒരു പ്രയാസമില്ല. വേണ്ടാത്ത തീരുമാനം എടുത്തത് വെച്ചാലോ അടുത്ത നിമിഷം ആരോടൊന്നും പറയാനും പറ്റില്ല. കണ്ണിലെ വെള്ളം ഒലിപ്പിച്ച് എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് എന്താ അമ്മയെ കരയുന്നത്, എന്താ അമ്മയെ കരയണത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ തീരുമാനങ്ങൾ നേരെയായിരിക്കണം. തീരുമാനങ്ങൾ നേരെയാവണം വെച്ചാൽ എന്ത് വേണം? ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറയും. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ ഇതാ നേരെയാവുള്ളൂ. അതാണ് വൈകുണ്ഠം യോഗി ദുർലഭം. യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുണ്ഠതയില്ലാത്ത സമയം, ദുഃഖമില്ലാത്തതായിരിക്കുന്ന സമയം. ഒരിക്കലും ദുഃഖമുണ്ടാവരുത്. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലേ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് ദുഃഖം ഉണ്ടാവണേ എന്നല്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലേ? ദുഃഖം ഉണ്ടാവണേ, നാളെ എനിക്ക് കണ്ണിൽ വെള്ളം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവണേ ഭഗവാനെ. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുക പതിവുണ്ടോ? ഒരാളും പ്രാർത്ഥിക്കുക പതിവില്ല. പിന്നെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സുഖം ഉണ്ടാവണേ. ചിന്താമണിർ ലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. അല്ലേ? യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകത്തിനെ, സുഖത്തിനെ, സമാധാനത്തിനെ എപ്പോഴാണ് നമുക്കിത് ആ ജീവിതത്തിൽ കിട്ടുക? ഗുരുപ്രീതോ, ഗുരുനാഥൻ പ്രീതനായാൽ മതി പറയും. ഗുരുനാഥൻ ആരാ ഗുരു എന്ന് പറയണത്? അല്ലേ? ആരാ ഗുരു? ആരാണ് ഗുരു? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഗുരുനാഥൻ എന്നാ പറയുക. അല്ലേ? ഇരുട്ടിനെ രോധിക്കുന്നവൻ, അതാണ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. അല്ലേ? ഗുരു എന്ന് പറയും. ഗുരുനാഥൻ. ആ ഗുരുനാഥൻ നമ്മളെ മുന്നിൽ വന്ന് സന്തോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖവും നമുക്ക് ജീവിതത്തിൽ ഇതാ ഉണ്ടാവില്ല. അങ്ങനെ വലിയതായ ഒരു ഗുരുനാഥനാണ് ഇപ്പോൾ നമ്മളെ മുന്നിൽ ഇതാ വന്നിരിക്കുന്നത്. ആ ഗുരുനാഥൻ്റെ പേരാണ് എന്ത്? ഭാഗവതം. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. പ്രത്യക്ഷ കൃഷ്ണസ്വരൂപത്തിലുള്ള ആ ശ്രീമദ് ഭാഗവതം നമ്മളെ ഗുരുനാഥനായി നമ്മളെ കൂട്ടത്തിൽ ഇതാ നിൽക്കുന്നു. ചിന്താമണിർ ലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന സുഖം മാത്രം ജീവിതത്തിൽ അത് ആഗ്രഹിക്കുന്ന ഒരാൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി. ഭഗവത്പരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിച്ചാൽ മതി. അല്ലേ? സുഖം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, സുഖം ഉണ്ടാവണേ. അല്ലേ? എന്തിനാ സുഖം എന്ന് പറയണത്? ആർക്കറിയാം? എല്ലാവരും പറയണു, ഞാനും പറയണു, അത്രയേ ഉള്ളൂ. എന്തിനാ സുഖം എന്ന് പറയുക? അല്ലേ? എന്താ സുഖം? ആർക്കറിയാം എന്താ സുഖം എന്നുള്ളത്? ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഒരു 100-300 ആൾ, 250 ആളൊക്കെ ഉണ്ട്. അല്ലേ? എന്താ സുഖം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാ സുഖം എന്ന് പറയണത്? നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ടോ ജീവിതത്തിൽ? എന്തിനാ സുഖം എന്ന് പറയാം? അനുകൂല വേദനീയം സുഖം എന്ന് പറയും, പ്രതികൂല വേദനീയം ദുഃഖം. അല്ലേ? അനുകൂല വേദനയൊക്കെ അനുകൂലമായ സുഖമായി, പ്രതികൂലമായി കഴിഞ്ഞാലോ ദുഃഖമായി. കല്യാണം കഴിഞ്ഞാൽ സുഖമാവില്ല. ആൾക്കാരൊക്കെ വിചാരിക്കും കല്യാണം കഴിഞ്ഞാൽ സുഖമായി. അല്ലേ? കല്യാണം കഴിഞ്ഞാൽ എപ്പോഴാണ് സുഖമാവുക? ഭാര്യ അനുകൂലമാണോ, ഭർത്താവ് അനുകൂലമാണോ? അല്ലേ? അപ്പോഴേ സുഖമാവുള്ളൂ. അല്ലാതെ കല്യാണം കഴിയണേ. പലരും ഇങ്ങനെ ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഭഗവതിയോട് ഇങ്ങനെ പറയും, എന്താണ് കല്യാണം കഴിയണേ. ശ്രീകോവിലിൻ്റെ ഭഗവതി ചോദിക്കേണ്ടത് 4 ദിവസം കഴിഞ്ഞിട്ട് പോരെ, നീ എന്തിനാ ഇങ്ങനെ തിരക്കൂട്ടുന്നത്? അല്ലേ? നമ്മളോട് ചോദിക്കണ്ട. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ അതുകൊണ്ട് സുഖാവണില്ല. എപ്പോഴാണ് സുഖാവണത്? ഭാര്യ അനുകൂലമാവണം,
ഭർത്താവ് അനുകൂലമാവണം. കുട്ടികൾ ഉണ്ടായതുകൊണ്ട് സുഖമാവണില്ല. കുട്ടികൾ അനുകൂലമായി കഴിഞ്ഞാലേ സുഖമാവുള്ളൂ അല്ലേ? നമ്മൾ പറയണത് പോലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന കുട്ടികളായിരിക്കണം തൻ്റെ ജീവിതത്തിൽ. ജോലി കിട്ടിയതുകൊണ്ട് സുഖമാവുമോ? ജോലി കിട്ടിയതുകൊണ്ട് സുഖമാവില്ല അല്ലേ? പിന്നെ സുഖം ഉണ്ടാവും ഇടയ്ക്ക് 31-ാം തീയതി 1-ാം തീയതി 2-ാം തീയതി കുറേശ്ശെ സുഖം വരും. അതിന് വേണ്ടിയിട്ട് പോവുക എന്നല്ല. അതെ സുഖമൊന്നുമില്ല. ജോലി കിട്ടിയ ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. എവിടെ ലീവ് എടുക്കാനേ പറ്റുന്നില്ല കേട്ടോ ഭഗവാൻ അല്ലേ? അമ്പലത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെച്ചാൽ വരാൻ പറ്റൂ, അടുത്തൊരു കല്യാണം ഉണ്ടെച്ചാൽ പോകാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെ അനുകൂലമായിട്ട് തീരണം. വീടുണ്ടായതുകൊണ്ട് സുഖമാവില്ല. പല ആൾക്കാരും വിചാരിക്കും, പല ആൾക്കാരും വീട് കാണുമ്പോൾ അങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടായാൽ തിരക്കടില്ലായിരുന്നു ഭഗവാനെ, വീടുണ്ടാവണേ അല്ലേ? പക്ഷെ ആ വീട്ടിൽ കാലെടുത്ത് വെക്കാൻ വയ്യ. കാലങ്ങോട്ട് എടുത്തു വെച്ചാൽ അടിപിടിയിലാണ്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, കഴിഞ്ഞില്ലേ, നിന്നെ കണ്ട അന്ന് കഴിഞ്ഞത് എൻ്റെ കഥയൊക്കെ മുഴുവനും അല്ലേ? അപ്പം അതുകൊണ്ട് സുഖമാവണില്ലേ? അപ്പം ഇതൊക്കെ സുഖമാവണം വെച്ചാൽ എന്ത് വേണം? ഭഗവാനെ ഉപാസിക്കുമ്പോൾ എല്ലാതും സുഖമായിട്ട് മാറുന്നു. ഒന്നും പ്രതികൂലമായിട്ടുള്ള നമ്മളെ സാഹചര്യങ്ങളെ മുഴുവനും നമുക്ക് എപ്പോഴാണ് അനുകൂലാക്കാൻ സാധിക്കുക? ഈശ്വരോപാസനയിലൂടെ താൻ ജീവിതത്തിൽ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ നമ്മൾ ചെയ്തതായിരിക്കുന്ന പാപകർമ്മങ്ങളുണ്ടെങ്കിൽ അത് മുഴുവനും നമ്മളിൽ നിന്ന് അങ്ങനെ ഇല്ലാതാവുമ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യവും നമുക്കങ്ങനെ അനുകൂലമായിട്ട് വരുന്നു. ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അത്ര ഒന്നും പ്രാർത്ഥിക്കണ്ട അല്ലേ? ശ്രീകോലിൻ്റെ മുന്നിൽ അങ്ങനെ പോയി നിൽക്കുമ്പോൾ തന്നെ ഭഗവതിക്ക് അറിയണല്ലേ, ഭഗവാൻ അറിയണല്ലേ അല്ലേ? ഭഗവാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലേ? എന്തെങ്കിലും ഉണ്ടോ ഭഗവാൻ അറിയാത്തതായിട്ട്? എന്നാലും നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഓരോന്നിങ്ങനെ അല്ലേ, പശുവിൻ്റെ അകട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് പോലെ പിന്നെയും ഇങ്ങനെ നമ്മൾ ഭഗവാനോട് അല്ലേ, അമ്മയ്ക്കറിയില്ല, അന്ന് ഞാനേ ഭഗവതിയോട് പറയുക അല്ലേ. നാളെ ഒരു ദിവസം ഒരു പച്ച സാരിയൊക്കെ എടുത്ത് കയ്യിൽ ഒരു നെയ്വിളക്കൊക്കെ ആയിട്ട് വന്ന് അന്നും ഞാൻ തന്നെയാട്ടോ പറഞ്ഞത്, ഇന്നും തന്നെയാട്ടോ പറഞ്ഞത്, നേരെയായില്ല അല്ലേ? ഇതിപ്പോൾ ഭഗവതിയോട് പറയേണ്ട കാര്യമുണ്ടോ? ഭഗവതിക്ക് അറിയില്ലേ? എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം അറിയുന്നയാളാണ് ഭഗവാൻ. എല്ലാം അറിയുന്നതായിരിക്കുന്ന ഭഗവാനോട് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് ചെയ്താൽ മതി, ഭഗവാൻ പറയുന്നതിനനുസരിച്ച് ജീവിച്ചാൽ മതി. ധർമ്മ പ്രോക്ഷിത കൈതവോത്ര പരമോ, ഭഗവാൻ പറഞ്ഞതായിരിക്കുന്ന ധർമ്മത്തിനനുസരിച്ച് നമ്മളങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലെ ദുരിതത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്ന സകലവിധ പാപകർമ്മങ്ങളും ഗർജതി എപ്രകാരമാണോ സിംഹശബ്ദാൽ വൃകായഥാവൃ, സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ചെന്നായ്ക്കള് കാട്ടിൽ നിന്ന് ഓടിപ്പോണത്, അതേപോലെ ഭഗവാനെ നമ്മൾ ഉപാസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ, ഭഗവാന്റെ തിരുനാമം ഇങ്ങനെ ജപിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ നമ്മളുള്ളതായിരിക്കുന്ന ദുരിതത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്ന സകല പാപകർമ്മങ്ങളും നമ്മളിൽ നിന്ന് ഇല്ലാതാവുന്നു എന്ന് മാത്രമല്ല, പ്രതികൂലമായിരിക്കുന്ന സകല സാഹചര്യങ്ങളും ഇല്ലാതായി ഒക്കെ അനുകൂലമായിട്ട്